Hello, good morning. Good morning, ma'am. 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 Okay, ready ആയോ എല്ലാവരും? സ്റ്റെപ്പ് ഒക്കെ നടന്നിട്ടിരുന്നോ? ക്ലാസ് കഴിഞ്ഞ് അപ്പൊ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങനെ കേട്ടോണ്ടിരിക്കാം അല്ലെ? പക്ഷെ അല്ലാത്തതാണ് കുറച്ച് ബോറടിക്കണ പോലെയൊക്കെ തോന്നും. അപ്പൊ അതിനു വേണ്ടി ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടന്ന് വീണ്ടും വന്നിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അതിന് എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല റിസൾട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പേഴ്സണൽ ഇതൊക്കെ ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് വിചാരിച്ചാൽ മാത്രം മതി. നമ്മള് ഓക്കെ കുറച്ച് ദിവസം കഷ്ടപ്പെട്ടാലും അത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ യെസ്. അപ്പോ 32-34 പേരായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നേ. വേറെ ആരെങ്കിലും ഇറങ്ങിപ്പോയോ? ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നല്ല, നോക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടാ, ഇടയ്ക്ക് നോക്കണം. അത് നിഷ, അതായത് എത്ര പേരൊക്കെ ഉണ്ട് ഒരു ക്ലാസ് കഴിയുമ്പോ അങ്ങനെ വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മള് അവര് പറയുന്നില്ല, കാരണം ഓരോരുത്തരും അങ്ങനെ പോകുന്ന ചിലപ്പോ എന്തെങ്കിലും ആവശ്യങ്ങൾ കൊണ്ടായിരിക്കാം. സാരമില്ല, ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മള് അപ്പൊ ഒരു പുതിയ ചാപ്റ്റർ ആണ് നോക്കാറുണ്ട് അല്ലെ? ഇടയ്ക്ക് നോക്കിയാൽ മതി. അപ്പൊ നമ്മള് അടുത്തൊരു എന്താ പറയാ, നമ്മുടെ 7th മൊഡ്യൂളിലെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, HMIS, that is the short form. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പൊ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ എന്താ പറയാ, ഇതിന്റെ അബ്രീവിയേറ്റഡ് ഫോമും അതോടൊപ്പം തന്നെ ഇത് എക്സ്പാൻഡഡ് ഫോമും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണോട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. HMIS-ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം എന്താണെന്നോ ഒക്കെ ചോദിക്കാനായിട്ടൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മള് ഈ ഒരു സിസ്റ്റം എന്താണ് ഈ ഹെൽത്ത് മാനേജ്മെന്റ്? അതായത് ഇറ്റ് ഈസ് ദ ഹെൽത്ത് കെയർ ഡാറ്റ. ഒരു സിസ്റ്റമാറ്റിക്, ഒരു എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് ഹെൽത്ത് കെയർ ഡാറ്റ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ അല്ലെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസുമായിട്ട് വരുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് മുതൽ, അതായത് ഓരോ ഹോസ്പിറ്റലിലും ഇഷ്ടംപോലെ പേഷ്യൻസ് ഡേ ബൈ ഡേ കയറി വരുന്നുണ്ട് അല്ലെ? അതിൽ കുറെ പേരൊക്കെ ഇൻപേഷ്യൻസ് ആകുന്നുണ്ട്, കുറച്ച് പേരൊക്കെ മരുന്ന് വാങ്ങിച്ച് വിതിൻ ദ ഡേ, ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റൽ ബൗണ്ടറി എക്സിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിനിടയിൽ, ഇതിന്റെ ബിറ്റ്വീനില് there are a lot of data collected from this patient by the organization, health care organization. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അതായത് ഹോസ്പിറ്റൽസ്, ഇങ്ങനെ വരുന്ന പേഷ്യൻസിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ, അറ്റ് ദ രജിസ്ട്രേഷൻ പോയിന്റ് നമ്മൾ എത്തുന്നത് ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് എത്തുമ്പോൾ ഒരു രജിസ്ട്രേഷൻ പോയിന്റിലാണ്. നമ്മളുടെ പേരും മറ്റു കാര്യങ്ങളും. നമുക്ക് ഡോക്ടറെ കാണണമെങ്കിൽ അവിടെ നിന്ന് കടക്കാതെ എന്തായാലും എവിടേക്ക് എത്തില്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെയാണ് നമ്മളുടെ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ പേരും നമ്മുടെ പ്രായം, നമ്മുടെ ടെലിഫോൺ നമ്പേഴ്സ്, പിന്നെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ മറ്റെന്താണോ അവർ ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു. നമ്മളെ കുറിച്ചൊരു ഡാറ്റ അവിടെ ആദ്യമായിട്ട് കളക്ട് ചെയ്യപ്പെടുന്നു അല്ലെ? അത് ഒരു ചെറിയ കാർഡ് ഫോമിലാക്കി എന്ത് ചെയ്യുന്നു, നമുക്ക് തരുന്നു. അതിന്റെ ഒരു കോപ്പി അവരുടെ കയ്യിലുണ്ട്. ആ കോപ്പി ഇന്നത്തെ കാലത്ത്, ഇന്ന് നമ്മുടെ ഇത്തരം ഡാറ്റാസ് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് നമ്മളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം, IT ആണ് അല്ലെ? ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫോർ വാട്ട് പർപ്പസ്? എന്തിനാണത്? എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്?
അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് a lot of data are collected by the patients. ഈ ഹോസ്പിറ്റൽസുകാര് ഇത്തരം പേഷ്യൻസിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് ഓരോ സ്ഥലങ്ങളിലും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ പോയിന്റിൽ നമ്മുടെ കുറെ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കുന്നു. അത് അവിടെ ഇൻഫോർമേഷൻസ് ആയിട്ട് ഐ.ടിയിൽ അവർ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കും, ഒരു ഫയലിലാക്കി വെക്കും. ഓക്കെ, പണ്ടൊക്കെ ഇത്തരം സിസ്റ്റംസ് ഒക്കെ മാനുവലി ആണ് ആളുകൾ ചെയ്തിരുന്നത്. മാനുവലി എന്ന് പറയുമ്പോ ഇങ്ങനെ എഴുതി കുത്തി തയ്യാറാക്കുന്നു. അതെല്ലാം ഓരോ ഫയല് കണ്ടിട്ടില്ലേ, ഉള്ളിൽ കൂടി നൂല് വരുന്ന ഫയലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മളല്ലേ. ഇന്ന് അതൊക്കെ കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് ഔട്ട്ഡേറ്റഡ് ആക്കി മാറ്റി. എന്ന് വെച്ചാൽ എന്താ, ഫയലുകളുടെ ആ ഒരു എന്താ പറയാ ഇത് എണ്ണവും മറ്റ് എന്താ പറയാ ബൾക്കായിട്ട് ഇങ്ങനെ ഫയലുകൾ സൂക്ഷിക്കേണ്ടി വരുമ്പോ ഇറ്റ് നീഡ് എ ലോട്ട് ഓഫ് സ്പേസ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഇത്തരം ഇൻഫർമേഷൻസ് സൂക്ഷിക്കാൻ ദൂരം സ്ഥലം വേണ്ടി വരിക. അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ ചെല്ലുന്നു. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഡോക്ടർ നമുക്ക് നമ്മളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരൊരു ചാർട്ട് ഷീറ്റ് അപ്പോഴേ തന്നെ തയ്യാറാക്കി ഡോക്ടറിന്റെ ടേണിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് വീണ്ടും നമ്മുടെ പേരും വയസ്സും പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യും. പിന്നെ ഡോക്ടർ നമ്മളിൽ നിന്ന് ശേഖരിക്കുന്ന ചില വിവരങ്ങൾ അതും അതിനകത്ത് എഴുതി വെക്കും അല്ലെ. ഇനി ഡോക്ടർ നമുക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ എന്താണോ അതും അതിനകത്ത് എഴുതി വെക്കും. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ത്രൂ ഇത്തരം കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ആ ഡോക്ടേഴ്സും അവരുടെ മുമ്പിലിരിക്കുന്ന സിസ്റ്റത്തിൽ തന്നെയാണ് ഇതെല്ലാം ശേഖരിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു കോപ്പി ഫാർമസിയിലേക്കൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിനാണ്, അപ്പൊ ഫാർമസിയിലേക്ക് ഈ പറയുന്ന ചാർട്ടും ഈ ഫയലൊക്കെ കൊണ്ട് ഒരാള് നഴ്സ് അങ്ങോട്ട് കൊണ്ടാരും വരില്ല. ഇതിങ്ങനെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫാർമസിയുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ ഓൾറെഡി ആ പേഷ്യന്റിന്റെ പേരും മറ്റു കാര്യങ്ങളും വിവരങ്ങളും വെച്ച് നമ്മളെ വിളിക്കും. നമ്മുടെ ടേൺ വരുമ്പോൾ ഡോക്ടറോ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഡാറ്റാസ് അവരുടെ എന്താ പറയാ ഫാർമസിയിലെ കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് അതനുസരിച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തു തരും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഹോസ്പിറ്റൽസിലെ എന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വി ഹാവ് ടു ഷെയർ അവർ ഡാറ്റാസ്. നമ്മുടെ ഡാറ്റാസ് നമ്മൾ ഷെയർ ചെയ്ത് വെക്കുന്നു, കൊടുക്കുന്നു. ആ ഡാറ്റ മുഴുവനും ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പണ്ടൊക്കെ മാനുവൽ ആയിട്ടാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് യൂസ് എന്താ പറയാ കളക്ട് ചെയ്ത് വെച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, അത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇതെല്ലാം തന്നെ വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ്, ഓൾ ദീസ് ഡാറ്റ ഇൻക്ലൂഡ്സ് ഓപ്പറേഷണൽ ഡാറ്റാസ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ നടത്തിപ്പിന് ആവശ്യമായ ഡാറ്റാസ് ആണ് ഇത്. പിന്നെ എന്തുണ്ട്, പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഇതിനകത്തുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഫോർ മേക്കിംഗ് സം ഡിസിഷൻസ്, അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളും അതിനകത്തൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവ് സിസ്റ്റം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് വിളിക്കുക. ഒരു കോംപ്രഹെൻസീവ് സിസ്റ്റം യൂസ്ഡ് ടു മാനേജ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ എന്താ പറയാ സംബന്ധമായിട്ടുള്ള ഡാറ്റാസ് വിച്ച് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് ഡാറ്റ, പേഷ്യന്റിന്റെ ഡാറ്റ ആയിരിക്കാം. അതുപോലൊപ്പം തന്നെ ഓപ്പറേഷണൽ ഡാറ്റ, അവരുടെ എന്താ പറയാ ഓർഗനൈസേഷൻ, ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഡാറ്റാസ് ആയിരിക്കാം, തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്ത് തീരുമാനമാണ് ഇന്നൊരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ചില കാര്യങ്ങളുണ്ട്, അവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരണം, ഇന്നോവേഷൻസ്, അതിന്റെ ഡിസിഷൻസ് എടുക്കണം. അപ്പൊ ഈ ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്, അക്കോർഡിംഗ് ടു ദ ഡാറ്റ അവൈലബിൾ അല്ലെ. നമുക്കുള്ള നിലവിലുള്ള ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾക്കും നമ്മൾ തീരുമാനം എടുക്കുക അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രീവിയസ്ലി നമ്മൾ അതിനു വേണ്ടി ചെയ്ത കാര്യം എന്താണോ അത് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പുതിയ പുതിയ തീരുമാനങ്ങളിലേക്ക് വരും. അങ്ങനെയല്ലേ ചെയ്യാറ്? കാരണം നമ്മൾ പറയാറുണ്ട് അല്ലെ, ആളുകൾ പഴമക്കാർ പറയാറുണ്ട്, ഒരു പ്രോവർബൊക്കെ ഉണ്ട്, നാട് കൊടുക്ക നടുവേ ഓടണം എന്ന് പറയും അല്ലെ. എന്താ അർത്ഥം? സോ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ഡെവലപ്ഡ് ആകുന്നതിനനുസരിച്ച് വി ഓൾസോ ഹാവ് ടു മേക്ക് ചേഞ്ചസ്. നമ്മളും നമ്മളുടേതായ രീതിയിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ.
അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾ ഹോസ്പിറ്റൽസിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും വേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു അപ്ഡേറ്റഡ് ഫോം ആണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ ആണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ അതാണ് പഠിക്കാനല്ലേ, എങ്ങനെയാണ് കുറെ ഡാറ്റാസ് ഒക്കെ എന്താണ് പഠിക്കേണ്ടതെന്ന് ഒരു പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഹെൽത്ത് Management Information System or HMIS. It is the system which includes all activities. എല്ലാ കാര്യങ്ങളും പെടും. ഏതിലെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ for the purpose of promoting, for the purpose of restoring and also for the purpose of maintaining health. നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെൽത്തിന്റെ കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താ പറയാ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉൾപ്പെടുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ റെക്കോർഡിക്കലി എന്ത് ചെയ്യുന്നു, നമ്മൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി ഈ ഹെൽത്ത് സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് എന്നാണ് കേട്ടോ, അത് ഉൾപ്പെട്ടിരിക്കുന്നത്. എൻകംപാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് തന്നെയാണ് സിനോണിം ടേം ഓഫ് ഇൻക്ലൂഡിന്റെ മറ്റൊരു പദമാണ്. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ടു പ്രിവെന്റിംഗ് എന്ന് വെച്ചാൽ തടയുക. എന്ത് തടയുക? രോഗങ്ങളെ തടയാനുള്ള കാര്യങ്ങൾ. അതിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വേണ്ടേ? അപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് വരും കാലങ്ങളിൽ ഇതിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസത്തിൽ പല കാര്യങ്ങളും മാറി മാറി വരും. അപ്പൊ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ, അതിന് നടപടി സ്വീകരിക്കാൻ, അത് ഇല്ലാതാക്കാൻ, തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കണം. ഇതൊക്കെ നമ്മള് ഈ പറയുന്ന ഡാറ്റാസിന്റെ ബേസിസിലാണ് ചെയ്യുക. പ്രിവെന്റീവ് മെഷേഴ്സ്, ക്യൂറേറ്റീവ് മെഷേഴ്സ്. എന്താ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രോഗം ഒക്കെ വന്നു കഴിയുമ്പോൾ അത് ക്യൂർ ചെയ്യുക, ഇല്ലാതാക്കുക, രോഗം ഭേദമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെന്താ പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ്. പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? പാലിയേറ്റീവ് കെയർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇറ്റ്സ് എ ഡ്രഗ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. അത് തരം മരുന്നോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റോ ആണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ടു റിലീവ് സം സഫറിങ്സ്. അതായത് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളെ ഒരു റിലീഫ് കൊടുക്കുക, ഒരു ആശ്വാസം കൊടുക്കുക. But they do not know what is the cause of that particular suffering. ശരിക്കും പറഞ്ഞ ആ സഫറിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു അനുഭവിക്കുന്ന എന്ത് അസുഖമാണോ അതിന്റെ കോസ്, കാരണം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ താൽക്കാലികമായ ആശ്വാസം. അതിനുശേഷമാണ് നമുക്ക് റിസർച്ച് നടത്തി ആളുടെ രോഗം എന്താണെന്നത് കണ്ടുപിടിക്കാനായിട്ട് പിന്നീട് പറ്റുള്ളൂ. ചില രോഗങ്ങൾ അങ്ങനെയാണ് അല്ലെ? അതാണ് പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, അതുപോലെ തന്നെ പാലിയേറ്റീവ് സർവീസസ് വിച്ച് ഈസ് ഓഫർഡ് ബൈ ദ ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റം ഓഫർ ചെയ്യുന്ന പ്രിവെന്റീവ് ആയിട്ടുള്ള, ക്യൂറേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹെൽത്ത് സർവീസസ് എല്ലാം തന്നെ ഇതിൽ പെടുന്നു, നമ്മളുടെ ഈ HMIS പെടുന്നു, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പെടുന്നു. ഓക്കെ, പാരഗ്രാഫ് ഏകദേശം എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എല്ലാ സെന്റൻസുകളും ഒക്കെ നന്നായി വായിച്ചു പിടിക്കുന്നത് നല്ലതാണ്. കാരണം അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇൻഫർമേഷൻ സിസ്റ്റം നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. കുറെ ഡാറ്റ നമ്മള് ആളുകളെ കുറിച്ച് ശേഖരിച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഫ്യൂച്ചർ പർപ്പസ്. നമ്മുടെ ഫ്യൂച്ചറിൽ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഫോർകാസ്റ്റിങ്ങിന്, പ്ലാനിങ്ങിന്, തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കാനൊക്കെ ഇറ്റ് വിൽ ഹെൽപ്പ്. അത് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഹോസ്പിറ്റൽസിൽ പേഷ്യൻസ് വരുന്നു. വരുന്ന ആളുകളുടെ റെക്കോർഡൊന്നും ഇല്ല. വേഗം തന്നെ പേഷ്യന്റ് വന്നു കഴിഞ്ഞപ്പോ വേഗം തന്നെ ഒരു എന്ത് ചെയ്യുന്നു, ആളുടെ പേരെന്താ, വരുന്ന എന്താണ്, വേഗം ഡോക്ടർ കുറിച്ച് കൊടുക്കുന്നു, ആളത് കൊണ്ടുപോകുന്നു. പക്ഷേ ചില രോഗങ്ങൾ കണക്റ്റഡ് ആണ്. ഈ ഒരു രോഗം ചിലപ്പോൾ മറ്റൊരു ഏതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണം മാത്രമായിട്ടായിരിക്കും ആദ്യം വന്നിരിക്കുന്നത്. അപ്പൊ പ്രീവിയസ്ലി എന്ത് രോഗത്തിന് വേണ്ടി വന്നോ എന്നുള്ളതൊന്നും ഇവിടെ ഡാറ്റ ആയിട്ടില്ല. ബിക്കോസ് അത് അപ്പൊ തന്നെ ഒന്ന് കാര്യത്തിൽ എന്താണോ മരുന്ന് എഴുതി കൊടുത്ത് വിടുന്നു. അയാളെ കുറിച്ചിട്ടുള്ള അത്തരം പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് ഒന്നും കളക്ട് ചെയ്ത് വെച്ചേയില്ല എന്ന് വിചാരിക്കും. അങ്ങനെയൊന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ. ആള് വന്ന് പോകുന്നു, മരുന്ന് മേടിച്ച് പോകുന്നു. 1-2 ദിവസമൊക്കെ ചിലപ്പോൾ കഴിക്കുന്ന മരുന്നുകൊണ്ട് ചെറിയൊരു ആശ്വാസം, പാലിയേറ്റീവ് കെയർ ആണ്, ചെറിയൊരു ആശ്വാസം മാത്രം കിട്ടും. പക്ഷേ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റൂട്ട് കോസ് ഓഫ് ദ ഡിസീസ്, ആ രോഗത്തിന്റെ റൂട്ട് കോസ് മാറിയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അത് മാറാത്തിടത്തോളം കാലം എഗെയിൻ വീണ്ടും രോഗം വന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മാറാത്ത 2-3 ദിവസം കൊണ്ട് വീണ്ടും ഡോക്ടർ എടുത്തു വരുന്നു. അപ്പോഴും ഡോക്ടർ എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഡാറ്റ അയാളെ കുറിച്ചില്ല.
അവിടെ ആ ഹോസ്പിറ്റലിൽ അയാളെ സംബന്ധിക്കുന്ന പ്രീവിയസ് ഡാറ്റ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡോക്ടർ വീണ്ടും അതേ രോഗത്തിന് തന്നെ മരുന്ന് കൊടുക്കും സെയിം ടൈം അല്ലെ. പിന്നെ നമ്മൾ ഞാൻ വിശദീകരിക്കാനൊക്കെ നടക്കണം. എന്തിനാത്? അതിന് പകരമാണ് ഇത്. ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരാളിൽ കാണുന്ന രോഗം അത് മറ്റുള്ളവരിലേക്കും പിന്നീട് വരാം. അപ്പൊ നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കണം? അപ്പൊ ഈ ഡാറ്റ അവരെ ആരെ ഡോക്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യും, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനെയും അത് ഹെൽപ്പ് ചെയ്യും. സോ ഫോർ ഓൾ ദീസ് പർപ്പസ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ്, വെദർ ഇറ്റ് ഈസ് പ്രിവെന്റീവ്, അവരെ തടയാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളായിക്കോട്ടെ, ക്യൂറേറ്റീവ് രോഗം ഭേദമാക്കാൻ കൊടുക്കുന്ന മരുന്നുകളായിക്കോട്ടെ, അതുപോലെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്നത് പാലിയേറ്റീവ് സർവീസസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിനകത്ത് പെടുന്നതാണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റ് ഏത് സിസ്റ്റത്തെയും സംബന്ധിച്ച് ഇറ്റ്സ് ക്വൈറ്റ് എൻറ്റയർലി ഡിഫറൻസ്. മറ്റേത് സിസ്റ്റത്തെ അപേക്ഷിച്ച് നോക്കിയാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അവർ കീപ്പ് ചെയ്യുന്ന എന്താ പറയാ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ് ആണ്. ഹെൽത്ത് മാനേജ്മെന്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റം ഹോസ്പിറ്റൽസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരം ഡാറ്റാസ് ഒക്കെ ഹോസ്പിറ്റൽസിലാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ മറ്റു ഓർഗനൈസേഷനിൽ മറ്റു തരത്തിലുള്ള ഡാറ്റയൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഈ പറയുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് അത് കുറച്ചുകൂടി വളരെയധികം എന്താ പറയാ ക്വൈറ്റ് ഡിഫറെന്റ് ആണെന്ന് പറയണം. കാരണം എന്താ? കാരണം ഒന്നാണ് എന്താണ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കോംപ്ലക്സിറ്റീസ്. എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് നേച്ചറുള്ള കാര്യമാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല, കോംപ്ലക്സിറ്റീസ് കൂടുതലാണ്. ചില ആളുകൾക്ക് രോഗമൊക്കെ ശരി പനി, പക്ഷെ പനി തന്നെ പല രീതിയിലുണ്ട്. അതിനകത്ത് നടക്കുന്ന കൊടുക്കേണ്ടി വരുന്ന മരുന്നുകൾ വ്യത്യാസമാണ്. ഏതൊക്കെ പ്രോസസ്സിങ് ഓരോ പനികൾക്കും നമ്മൾ കൊടുക്കുന്നു. ചിലപ്പോ ചില പനി മലേറിയ അല്ലെങ്കിൽ ടൈഫോയിഡ് അല്ലെങ്കിൽ ന്യൂമോണിയ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല പേരുകളിലൊക്കെ കുറെ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ലക്ഷണങ്ങളൊക്കെ ആയിട്ടും ചിലപ്പോ പനിയൊക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷെ അതിന്റെ വേരിയേഷൻസ് വ്യത്യാസമുള്ളത് കൊണ്ട് കോംപ്ലക്സ് നേച്ചർ ഉള്ള കാര്യങ്ങളായതുകൊണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ എന്താ പറയാ ഈ പറയുന്ന സിസ്റ്റംസ് കുറച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു അതർ സിസ്റ്റംസ്. മറ്റ് സിസ്റ്റംസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യൻസിന്റെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. കുറെ റെക്കോർഡുകൾ ഇപ്പൊ ഫാർമസിയിൽ ഒരു റെക്കോർഡ് ഉണ്ടാവും മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എന്താ പറയാ നമ്മുടെ രജിസ്ട്രേഷൻ പോയിന്റിൽ ചില റെക്കോർഡ് ഉണ്ടായിരിക്കും. സർജറിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ OT-യിലോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലോ ഉണ്ടായിരിക്കും. ICU ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും റെക്കോർഡ്സ് അല്ലെ. അപ്പൊ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് സ്കാനിങ്ങോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയും ഉണ്ടായിരിക്കും റെക്കോർഡ്സ്. വെറൈറ്റീസ് ഓഫ് ഡാറ്റാസ് ആണ്. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്നത് നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സിൽ പഠിച്ചു അല്ലെ. ഡിപ്ലോമയിൽ പഠിച്ചില്ലേ മെഡിക്കൽ റെക്കോർഡ്സ്? എന്തൊക്കെ റെക്കോർഡുകളാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്നത് ഒരു ഹോസ്പിറ്റലില്. ഇതെല്ലാം അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കാണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് അതെല്ലാം സിസ്റ്റമാറ്റിക് ഓർഡറിൽ കൊണ്ടുവന്ന് കോർഡിനേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക അല്ലെ. മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. അതിൽ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ whenever or for whatever purpose they can use it, അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ആ രീതിയിലാണ് അതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ ഡാറ്റയുടെ റിക്വയർമെന്റ്സ് എല്ലാം ഒരേ ആവശ്യത്തിന് വേണ്ടിയല്ല അത്തരം ഡാറ്റ ഉപയോഗിക്കാം. സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇന്ന ഡാറ്റ ഇന്ന കാര്യത്തിന് അല്ലെ, അതുപോലെ തന്നെ ഇന്ന പ്രോബ്ലംസിനാണ് ഇന്ന ഡാറ്റ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് എല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് ഈ ഒരു കറന്റ് സിറ്റുവേഷൻസിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓർ സേവ്ഡ് അക്കോർഡിംഗ് ടു ഹെൽത്ത് കെയർ സിസ്റ്റം. അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഓട്ടോമേഷൻ ഓഫ് ഒരു പേഷ്യന്റ് റെക്കോർഡ്സ് അവിടെ സാധ്യമാക്കാൻ പറ്റും. എന്താ ഓട്ടോമേഷൻ ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. അപ്പൊ ഡോക്ടർ മരുന്ന് കുറിക്കുന്നു. ആ മരുന്ന് കുറിച്ചത് പ്രിസ്ക്രൈബ് ചെയ്തത് നേരെ അത് അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് ഇപ്പൊ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസിന് വേണ്ടിയിട്ട് ഫാർമസിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? സ്കാനിങ് ആണെങ്കിൽ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കോ എന്ത് ചെയ്യാം, ഇങ്ങനെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ അവിടെ വീണ്ടും ചെന്നിട്ട് ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന സെന്റർ ഡോക്ടറോട് പറഞ്ഞത് മുഴുവൻ വീണ്ടും പറയേണ്ടി വരുമോ? വേണ്ട. മനസ്സിലായ? അപ്പൊ അതിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓട്ടോമേഷൻ ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ് ആണ്. Automatically it can be shared to other departments in the healthcare organization. So it's easy. അപ്പൊ അതുകൊണ്ട് എന്താ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അങ്ങനെ ഒരു
എന്തുണ്ട്, ഒരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഇവിടെ റെക്കോർഡ് ചെയ്തു ഇവിടെ ഇരുന്നത് കൊണ്ട് എന്താ ഫലം? അതല്ല, അത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ടേക്കൊക്കെ വേഗം ഷെയർ ചെയ്തു. അപ്പൊ ആ ഡാറ്റ ക്യാൻ ബി റെഡ്, ആ കിട്ടുന്ന ലഭ്യമാകുന്ന റെസിപ്പിയന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് they can go through that details, ആ ഡോക്ടർ ഷെയർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസുമായിട്ട് അവർക്ക് എന്താ പറയാ നോക്കാം. അപ്പൊ പേഷ്യന്റിന്റെ പേരും വയസ്സും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നോക്കി എന്താണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റും. അപ്പൊ വീണ്ടും ഈ പേഷ്യന്റിനോടോ വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡറിനോടോ നമ്മള് കഥ മുഴുവനും പറയാനായിട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. സോ ഓൾറെഡി ഇറ്റ് ഈസ് ഷെയർഡ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിങ്ങനെ ലിങ്ക് ആയിട്ട് കിടക്കുന്ന അവരുടെ നെറ്റ്വർക്ക് ത്രൂ എന്ത് ചെയ്യുന്നു, ഷെയറിംഗ് ഇറ്റ്, അവരത് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കോംപ്ലക്സ് നേച്ചറിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലെ varieties of data can be shared automatically according to the requirements and also specifications. ആവശ്യമനുസരിച്ച് വേണ്ടാത്തവർക്കൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ പേഷ്യന്റ് വന്നിരിക്കുന്നു, ആളുടെ ഡോക്ടർ മരുന്ന് കുറിച്ചു, ആ പ്രിസ്ക്രിപ്ഷൻ മാത്രം ഫാർമസി മാത്രം ഷെയർ ചെയ്താൽ മതി. ഇയാൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു സർജറി പറഞ്ഞിട്ടില്ല, സ്കാനിങ് പറഞ്ഞിട്ടില്ല, ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടില്ല, എങ്കിൽ അത്തരം ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡാറ്റാസ് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി ഷെയർഡ്. ഓക്കെ. അപ്പൊ ഇനി ആൻഡ് ഓൾസോ അതിന് വേണ്ടിയിട്ടും മാത്രമല്ല, പിന്നെ എന്താ പറയാ, മെഡിക്കൽ വൊക്കാബുലറി, കാരണം മെഡിക്കൽ വൊക്കാബുലറി, മെഡിക്കൽ ടെർമിനോളജി, മെഡിക്കൽ കോഡിങ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഷെയർ ചെയ്യുന്ന ഡോക്ടർക്കും അത് റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലും അവർക്കറിയാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചല്ലോ, മെഡിക്കൽ ടെർമിനോളജി എന്തിനാ ഉപയോഗിക്കുന്നത്, മെഡിക്കൽ ടെർമിനോളജി, മെഡിക്കൽ കോഡിംഗ് ഒക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്, ആ കോഡ്സും ആ ടേംസും ഒക്കെ അവർക്കാണ് വായിക്കാൻ അറിയാവുന്നത്, അല്ലെ? അവർക്കാണ് അത് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാരന് ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരില്ല. സോ ദേ കൻ അണ്ടർസ്റ്റാൻഡ് what it is written or what is prescribed by the doctor. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് ക്ലിയർ ആകും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ അവരെന്താണ് ഈ ആളിൽ കണ്ടെത്തിയ ബയോമെഡിക്കൽ ഫൈൻഡിങ്സ്, ഈ രോഗിയിൽ കണ്ടെത്തിയ അതിന്റെ റിസൾട്ടുകൾ, അത് പിന്നെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ എന്തൊക്കെ ഇന്റർവെൻഷൻസ്, എന്തൊക്കെ കണ്ടെത്തലുകൾ ഈ പേഷ്യന്റിൽ നടത്തി, ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് മെയ്ഡ് ആസ് എ ഡാറ്റ. ഇതെല്ലാം തന്നെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെയാണ് എന്ത് ഹെൽത്ത് സിസ്റ്റത്തില് ഏറ്റവും ക്വൈറ്റ് ഡിഫറെന്റ് ആണ് മറ്റേത് സിസ്റ്റത്തെയും സംബന്ധിക്കുന്നത്. മറ്റേത് സിസ്റ്റം ഒക്കെ ആണെങ്കിലും മറ്റു ഓർഗനൈസേഷൻസ് വലിയ വലിയ ബിസിനസ് നടത്തുന്ന, മറ്റിപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫർണിച്ചർ മാർക്കറ്റ് നടത്തുന്നു, അങ്ങനത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ടൈൽ എന്താ പറയാ ഒരു ഷോപ്പ് നടത്തുന്നു. ഇവർക്ക് അവരുടെ ആ ഒരു ഡാറ്റയുള്ള എന്തൊക്കെ ടൈലുണ്ട്, അതിലെത്രണ്ണമൊക്കെ വിൽക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ അവിടുത്തെ ഡ്രസ് മെറ്റീരിയൽസിന്റെ കണക്കുകളും മറ്റു കാര്യങ്ങളും, അത്രയും കാര്യങ്ങളുള്ളൂ. പക്ഷെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നതില് ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഡാറ്റയാണ് കൂടുതലും ഉള്ളത്. അവിടുത്തെ അവരുടെ റിക്വയർമെന്റ്സുകൾ പലതാണ്. ഓരോ പേഷ്യന്റിനും എല്ലാവരും ഒരേ ലൈനിൽ കൂടി പാസ് ചെയ്തു പോകുന്ന പ്രോസസ്സുകളില്ല. പലർക്കും പല പ്രോസസ്സുകളാണ് നടത്തുന്നത്, അല്ലെ? പല ടൈപ്പ് ഓഫ് പല നേച്ചറിലുള്ള രോഗങ്ങളുമായിട്ട് വരുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് എസഡ് ആസ് കോംപ്ലക്സിറ്റി ഓഫ് ഡാറ്റ. അപ്പൊ അവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് സിമ്പിൾ അല്ല, കോംപ്ലക്സ് നേച്ചറിലുള്ളതാണ്. സോ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായി നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ they can automatically use, അവർക്ക് യൂസ് ചെയ്യാം. അവർക്ക് again they can retrieve that particular data for future purpose. ഭാവിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഡാറ്റ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ. ഫസ്റ്റ് പാരഗ്രാഫില് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ വിശദമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഒന്ന് വായിച്ചു നോക്കാമോ? ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ആ പാരഗ്രാഫില് ഐ തിങ്ക് എന്താ പറയാ, ആ ഫോർ എക്സാമ്പിൾ എന്ന് തുടങ്ങുന്നതിന്റെ മുമ്പ് വരെയുള്ളത് അണ്ടർലൈൻ ചെയ്തു. മൂന്ന് സെന്റൻസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ എന്ന് തുടങ്ങുന്നതിന് മുമ്പ് ആ എക്സാമ്പിൾ പോട്ടെ, ബാക്കി മൂന്ന് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് വായിച്ചു. വായിച്ചു.
വായിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ നോട്ടിന്റെ ഇടയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. പാലിയേറ്റീവ് എന്നതിന്റെ മീനിങ് ഒന്ന് എഴുതി വെക്കാം കേട്ടാ. എന്താണ് പാലിയേറ്റീവ് കെയർ ഒന്ന് എഴുതി വെക്കാം. പാലിയേറ്റീവ് കെയർ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണത്. അതുകൊണ്ട് തന്നെ ഒന്ന് എഴുതി വെച്ചേക്കാം. പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. അതുകൊണ്ടാണ് പാലിയേറ്റീവ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. എ ഡ്രഗ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, എ ഡ്രഗ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, a drug or medical treatment that relieves, R-E-L-I-E-V-E-S, R-E-L-I-E-V-E-S, relieves suffering without treating the causes of suffering, without treating the causes, C-A-U-S-E-S, causes of suffering. പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് കേട്ടല്ലേ നമ്മള്? പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. എന്താ അത്? ആർക്ക്? ഓൾഡ് പീപ്പിൾ ആണ്. ഓൾഡ് പീപ്പിളിന് എന്താ അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ പറഞ്ഞു പാലിയേറ്റീവ് എന്ന് പറയുന്നതിന്റെ മീനിങ് ഇതാണ്. ഡ്രഗ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ സം സ്പെസിഫിക്, അതായത് ട്രീറ്റ്മെന്റ് ആണ് അത്. നമ്മളുടെ എന്താ പറയാ, ഒരു റിലീഫാണ്, ഒരു റിലീവിംഗ് ഓഫ് അവർ സഫറിങ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു സഫറിങ്ങിൽ നിന്ന് നമ്മൾക്ക് കുറച്ചൊരു ആശ്വാസം തരുന്ന മരുന്ന് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ്. അത് പക്ഷെ ശരിയായ കോസ് എന്താണോ, സഫറിങ്ങിന്റെ കോസ് എന്താണോ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഓൾഡ് ഏജ് ആളുകൾക്കാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താ ശരിക്കും ഇതൊന്നും തമ്മിലൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് തന്നെ പറയാലോ എന്താ അത്? കാരണം ഓൾഡ് ഏജ് പീപ്പിളിന് എന്താ പറയാ, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരിക്കും. കുറെ പ്രായം ചെന്ന് നമ്മളൊക്കെ ഒരു വലിയ എന്താ പറയാ, ഒരു യന്ത്രമായിരുന്നില്ലേ? ആ യന്ത്രത്തിന്റെ ഓരോ പാർട്സ് ആയിട്ട് പ്രായം ഇങ്ങനെ കൂടി വരുത്തോറും എന്ത് ചെയ്യും? ആ പാർട്സിനൊക്കെ ചില ഡിപ്രീസിയേഷൻ സംഭവിക്കും അല്ലെ? തേയ്മാനം സംഭവിച്ച് അവസാനം അത് എല്ലാം തന്നെ എല്ലാ പാർട്സുകളും അതിന്റെ വർക്കിംഗ് നിലയ്ക്കും അല്ലെ? അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കും. നമ്മുടെ ഒത്തിരി മെഷീൻസിനൊക്കെ നമ്മുടെ വീടുകളിൽ വാങ്ങിക്കുന്ന വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അത് കുറെ നാളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അതിന്റെ ഓരോ അവയവങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഡിപ്രീസിയേഷൻ സംഭവിച്ച് തേയ്മാനം സംഭവിച്ച് ഒരു ദിവസം അത് നിലച്ചു പോകും. എന്ന് വെച്ചാൽ അത് ഒട്ടും തന്നെ പ്രവർത്തിക്കാതെയാകും. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പരമാവധി അത് കോട്ടയം വിചാരിച്ച് ഊതി തള്ളിയാലും ഒരു സമയം കഴിയുമ്പോൾ അതിന്റെ ആ പ്രവർത്തനം നിലച്ചു പോകും. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. സോ നമ്മളെയും ടേംഡ് ആസ് മെഷീൻ, നമ്മളെയും ഒരു മെഷീനായിട്ട് നമുക്ക് സങ്കല്പിച്ചാൽ ഈ മെഷീൻസിനകത്ത് പ്രവർത്തിപ്പിക്കുന്ന ഓരോ ചെറിയ എന്താ പറയാ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഓരോ മെറ്റീരിയൽസും ഒക്കെ ഇങ്ങനെ തേയ്മാനം വന്ന് അവസാനം. അപ്പൊ നമ്മൾ മനുഷ്യർ അങ്ങനെ ഓൾഡ് ഏജിൽ വരുമ്പോഴേക്കും എല്ലാത്തിനും ഏകദേശം അതിന്റെ വർക്കിംഗ് ഒക്കെ പതുക്കെ നിലച്ചു പോകും. അപ്പൊ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവര് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടുപോയി എന്താ പറയാ താൽക്കാലിക ആശ്വാസം കൊടുത്ത് എന്താ പറയാ അവരുടെ ചെറിയ ആശ്വാസത്തിന് വേണ്ടിയുള്ള ചില ചെറിയ ചികിത്സകളോ മരുന്നുകളൊക്കെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള രോഗകാരണം പ്രായം തന്നെയാണ്, പ്രായാധിക്യം തന്നെയാണ്. പക്ഷെ അതിനുള്ള ഇനി ട്രീറ്റ്മെന്റുകൾ ഇല്ല. ചില ആളുകളെ നമ്മൾ അങ്ങനെ പറയില്ലേ, ഇനി നമ്മളുടെ കയ്യിലൊന്നുമില്ല ചെയ്യാനായിട്ട്, ഇതൊക്കെ തന്നെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അത്രയും ഓൾഡ് ഏജ് ആയി. അത്രയും പ്രായമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പല രോഗങ്ങൾക്ക് നമുക്ക് സർജറിയിലൂടെയും മറ്റുമൊക്കെ മാറ്റാൻ പറ്റും അല്ലെ? അതുകൂടി പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായില്ലേ? എഴുതിയതും ഓക്കെ അല്ലേ? അടുത്ത സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകാണ്ട. Why to have HMIS in hospital setup? എന്തിനാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഹോസ്പിറ്റൽസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ്? വാട്ട് ഈസ് ദ നീഡ്? അതിന്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. മറ്റേത് സിസ്റ്റത്തെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹെൽത്ത് മാനേജ്മെന്റ് ഈസ് ക്വൈറ്റ് ഡിഫറൻസ്. മറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തെക്കാൾ വളരെയധികം ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ഹാവ് ടു മോണിറ്റർ ദ ഹെൽത്ത് സ്റ്റേറ്റസ് ഓഫ് ദ പീപ്പിൾ ഓർ പോപ്പുലേഷൻ. ആളുകളുടെ ജനങ്ങളുടെ
ഹെൽത്ത് സ്റ്റാറ്റസിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അല്ലെ. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈ ആളുകളിൽ നിന്നും അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. ഒരു ഹോസ്പിറ്റൽസിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും പല വിഭാഗങ്ങളിലും ഒക്കെ അത് യൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ഓൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിലൊക്കെ നോക്കി ഇതിലൂടെ മോണിറ്ററിംഗ് ഒക്കെ നടത്തി they have to find the health status of the people. ആളുകളുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ ഡാറ്റാസ് കളക്ട് ചെയ്ത് ആളുകളുടെ ഹെൽത്ത് സ്ഥിതി എന്താണ് മാത്രമല്ല they also provide ഇനി ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ്, ഒരു പ്രൊവിഷൻ ഫോർ സർവീസും ഇവർ ആഗ്രഹിക്കുന്നത് ഈ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് സർവീസ്? എന്തിനു വേണ്ടിയിട്ട്? കവറേജ് ആൻഡ് യൂട്ടിലിറ്റി, അതായത് ആ ഹോസ്പിറ്റലിന്റെ അകത്ത് ആ ഡാറ്റ കൊണ്ടുള്ള ഉപയോഗം, മറ്റു കാര്യങ്ങള്, പിന്നെ ഡ്രഗ്സ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ആ ഡ്രഗുകൾ കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നതിന്റെ പാറ്റേൺസ്, ആ ഹോസ്പിറ്റൽസിനകത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റിന്റെ സ്ഥിതികൾ എന്തൊക്കെയാണ്, പല മെഷീൻസും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് അല്ലെ, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയ, പഴകിയതായോ, അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിഞ്ഞോ, റീപ്ലേസ് ചെയ്യേണ്ട സമയമായോ, അതാണ് ഉദ്ദേശിക്കുന്നത് എക്യുപ്മെന്റ് സ്റ്റേറ്റസ്. മനസ്സിലായോ? ആൻഡ് ഓൾസോ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്, പിന്നെ ലഭ്യതകൾ, എന്തിന്റെയൊക്കെ ലഭ്യത, ഈ എന്താ പറയാ ഫിനാൻസ്, അതുപോലെ എക്യുപ്മെന്റുകളുടെ ലഭ്യതയും ഒക്കെ എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള തൊഴിലാളികൾ, ജോലിക്കാര്, പേഴ്സണൽസ്, അതൊക്കെ ഒരു റെഗുലർ ബേസിസിലൊക്കെ എല്ലാം തന്നെ സർവീസസ് ഒക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന മേഖലകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ പോപ്പുലേഷന്റെ ഹെൽത്ത് സ്റ്റേറ്റസ് എങ്ങനെയാണ്, ഇതിനെ കുറിച്ചുള്ള എല്ലാ ഡാറ്റയും മോണിറ്റർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് അത് ഡാറ്റ ആക്കി വെക്കുക. അതാണ് നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ഏത് സിസ്റ്റത്തിൽ നിന്നും വ്യത്യാസമാണെന്നാണ് വീണ്ടും പറയുന്നത്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. Health management is quite different from others as it requires the monitoring of health status of population, provision of services such as coverage and utility, drug stocks and consumption patterns, ഡ്രഗുകൾ സ്റ്റോക്ക് ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നതും, എക്യുപ്മെന്റിന്റെ സ്റ്റേറ്റസും അതിന്റെ അവൈലബിലിറ്റിയും, പുതിയ അസറ്റ് അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ വാങ്ങിക്കണോ വേണ്ടേ, ഇപ്പൊ അതിന്റെ സ്ഥിതി എന്താണ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, പിന്നെ പേഴ്സണൽ ജോലിക്കാരുടെ അവസ്ഥകൾ അല്ലെങ്കിൽ ലഭ്യതകള് റെഗുലർ ആയിട്ട് ഇതെല്ലാം തന്നെ നോക്കുക, മോണിറ്റർ ചെയ്യുക. അതാണ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. എന്തിനു വേണമെന്ന് പറയുന്ന ഹോസ്പിറ്റൽസിൽ ആവശ്യമുണ്ട്. ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് ക്വൈറ്റ് നീഡഡ്. ശരിക്കും ഈ പറയുന്ന സാധനം ആശുപത്രിയിൽ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോ? ഇനി ആൻഡ് ഓൾസോ ഈ ഡാറ്റാസ് വൈൽ കളക്ടിങ് ദീസ് ഡാറ്റാസ്, ഈ ഡാറ്റാസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. പക്ഷേ ഇതിങ്ങനെ വെക്കുമ്പോഴും ടൈംലി ആൻഡ് അക്യുറേറ്റ് ഇൻഫോർമേഷൻ, ഈ പറയുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റാസ് നമുക്ക് വേണ്ട സമയത്ത് ടൈംലി ആണ്. ടൈംലി എന്ന് പറയുമ്പോൾ ടൈം വലിയ പ്രാധാന്യമുള്ളതാണ്. ഇന്ന സമയത്ത് നമുക്ക് ആ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കണം. ആൻഡ് അത് കിട്ടാനുള്ള ഡാറ്റ നമ്മൾ ടൈംലി സ്വീകരിക്കുമ്പോഴും അത് അക്യുറേറ്റ് ആയിട്ടുള്ളതായിരിക്കും. അക്യുറസി കീപ്പ് ചെയ്യുന്ന ഡാറ്റാസ് ആയിരിക്കും, കൃത്യത ഉറപ്പുവരുത്തുന്ന ഡാറ്റാസ്. വേറെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാറ്റ ഒന്നും എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇവർ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസുമായിട്ടാണ്. പേഷ്യൻസിന് വേണ്ടി നമുക്ക് ടെസ്റ്റ് ഡോസുകളാക്കി മാറ്റാൻ പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാം അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസും ടൈംലി ഡാറ്റാസുമാണ് നമുക്ക് വേരിയസ് സോഴ്സസ് നമുക്ക് ഹെൽത്ത് മാനേജ്മെന്റില് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സർവീസ് മാനേജേഴ്സ്, അത് they will have accurate and also relevant current information. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡാറ്റാസിന്റെ കളക്ട് ചെയ്ത് വെക്കുന്ന മാനേജേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന റെലവെന്റ് ആയിട്ടുള്ള, മാത്രമല്ല അപ്ഡേറ്റ് ചെയ്ത കറന്റ് ഇൻഫർമേഷൻസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അവിടെ ഉണ്ടാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പോരായ്മകൾ, വീക്ക്നെസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് പ്രോംപ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സേവ് ചെയ്ത് വെക്കുന്നു. സോ ദേ ക്യാൻ പ്രോംപ്റ്റ് ആക്ഷൻസ്. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ അങ്ങനെ ഡാറ്റ സേവ് ചെയ്ത് വെച്ചാൽ എന്താ പറയുക, നമുക്കുള്ള ഗുണം നമുക്ക് എത്രയും പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാൻ പറ്റും.
ഇതിൽ ഇനി പിന്നെ പുതിയ വെരിഫിക്കേഷൻസ് നടത്തി വീണ്ടും അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കി ഡാറ്റയൊക്കെ കൃത്യസമയത്ത് കിട്ടി. പക്ഷെ നമുക്ക് ഡാറ്റയിൽ ഒരു കൺഫ്യൂഷൻ, അക്യുറേറ്റ് ആണോ, സംശയം ഉണ്ടല്ലോ, ഇത് കൃത്യമായ ഡാറ്റയാണോ എന്നൊക്കെ സംശയമൊക്കെ പ്രകടിപ്പിച്ച് സമയമൊന്നും കളയാനില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാനേജേഴ്സ് കളക്ട് അക്യുറേറ്റ് ഡാറ്റ. മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മാനേജ് ചെയ്യുന്ന ആളുകൾ കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള എന്താ പറയാ റെലവന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഡാറ്റാസ്, അനാവശ്യമായ ഡാറ്റാസ് ഒന്നും ആവശ്യമില്ല അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കുന്നു. സോ ദേ ക്യാൻ ടേക്ക് നെസസറി ആക്ഷൻസ് പ്രോംപ്റ്റ്ലി. അതുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാനും അതുപോലെ തന്നെ എൻഹാൻസ് ദെയർ സർവീസ് ഡെലിവറി, കൊടുക്കുന്ന സേവനങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. നമ്മൾ ലഭ്യമാക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ ഇംപ്രൂവ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഡാറ്റ സേവ് ചെയ്യുന്നതിന്റെ മറ്റൊരു കാര്യം കൂടി ഇതാണ്, ടു ഇംപ്രൂവ് സർവീസ് ഡെലിവറി ഇംപ്രൂവ് ചെയ്യുക. എൻഹാൻസ് വേർഡിന്റെ മറ്റൊരു മീനിങ് ആണ് ഇംപ്രൂവ് ചെയ്യുക. എന്ത് ഇംപ്രൂവ് ചെയ്യുക? സർവീസ് ഡെലിവറി. എന്ത് സർവീസാണ് കൊടുക്കുന്ന പേഷ്യൻസിന്? അവർക്ക് കൊടുക്കുന്നത് അവരുടെ പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, പാലിയേറ്റീവ് സർവീസസ് ആണ്. അവർക്ക് കിട്ടേണ്ടത് രോഗം വരാതിരിക്കാൻ, ഭേദമാക്കാൻ, അതുപോലെ തന്നെ ആശ്വാസം, ഇതെല്ലാം വേണം അല്ലെ. ചില സമയത്ത് നമുക്ക് ആ രോഗത്തിന്റെ ഒരു ആശ്വാസം കിട്ടിയാൽ മതി. വേദനയാണ് അല്ലെങ്കിൽ ഇന്ന ഒരു ഇതാണ്, അത് ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചില സന്ദർഭങ്ങളുണ്ട് അല്ലെ. എല്ലാ സിറ്റുവേഷൻസും രോഗത്തിന്റെ കാര്യത്തിൽ ഒരുപോലെയല്ല. അതാണ് പറയുന്നത്, കോംപ്ലക്സ് നേച്ചറുള്ള കാര്യമാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? ആ സെന്റൻസുകൾ കൂടി ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്തും ആ പറയുന്ന സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അവിടെയും 3 സെന്റൻസേ ഉള്ളൂ, കുറച്ച് ലോങ് സെന്റൻസ് ആണെന്ന് മാത്രം. ആ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. വൈ ടു ഹാവ് HMIS ഇൻ ഹോസ്പിറ്റൽ സെറ്റപ്പ്. അണ്ടർലൈൻ ചെയ്യാം, വായിച്ചു നോക്കുക. കഴിഞ്ഞല്ലോ. അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റ. ഹെൽത്ത് കെയർ ഡാറ്റയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത്? ഹെൽത്ത് കെയർ ഡാറ്റയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഈ ഒരു ചാപ്റ്ററിനെ തന്നെ അവര് കൺവീനിയന്റ് ആയിട്ട് 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് അതന്നെ ഉള്ളൂ. അത്രയുള്ളൂ പറയുന്നത്. ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആക്ച്വൽ ഹെൽത്ത് കെയർ ആണ്. എന്താണ് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആക്ച്വൽ ആയിട്ട് കൊടുക്കുന്ന ഹെൽത്ത് കെയർ, അത് തന്നെ ഇൻഫോർമേഷൻ ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റയാക്കി മാറ്റി ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ആക്ച്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ടു ദ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനം, അതായത് അവർക്ക് കൊടുക്കുന്ന ആക്ച്വൽ ഹെൽത്ത് കെയർ എന്താണോ അതാണ്. അത് കളക്ട് ചെയ്തു സബ്സിക്വന്റ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു? ഇൻഫോർമേഷൻ ആയിട്ട് മാറുന്നു. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയിട്ട് മാറുന്നു. അതല്ലേ, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് ഇൻഫോർമേഷൻ ആയിട്ട് മാറുന്നു. ഡാറ്റയും ഇൻഫോർമേഷൻ തമ്മിൽ ഒന്നാണോ? രണ്ടൊന്നാണോ? ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഒന്നാണോ? എന്ന് പറഞ്ഞേ അല്ല അല്ലെ. കൊമേഴ്സുകാരുണ്ടെങ്കിൽ പറയാൻ പറ്റുമല്ലോ വെദർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫോർമേഷൻ? Can you say? കൊമേഴ്സുകാരുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് ഒരു കുഞ്ഞു ഡെഫിനിഷൻ, ഡാറ്റ എന്താണെന്നും ഇൻഫോർമേഷൻ എന്താണെന്നും പറയാൻ പറ്റുമല്ലോ. ഐ തിങ്ക് സോ. പറ്റുമല്ലോ? ആരെങ്കിലും ഉണ്ടോ കൊമേഴ്സുകാര്? ഇൻഫോർമേഷൻ കളക്ട് ചെയ്തതാണ് ഡാറ്റ. ഡാറ്റ ബേസിക്കൽ ആയിട്ടുള്ള
കാര്യങ്ങളാണ്. യെസ്, ഡാറ്റ ഇസ് കളക്ടഡ് അറ്റ് സോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള രീതികളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കൊമേഴ്സുകാർക്ക്. ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ, data can be classified into ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യാവുന്നത് അതല്ല ഏതൊക്കെ രീതിയിൽ. പ്രൈമറി ഡാറ്റ കളക്ഷൻ അല്ലേ? പ്രൈമറി ഡാറ്റ കളക്ഷൻ ആൻഡ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി എന്താ? വിച്ച് ഇസ് കളക്ടഡ് അറ്റ് ദ സോഴ്സ്. നമ്മൾ ആ സോഴ്സിൽ പോയിട്ട് അല്ലെങ്കിൽ നേരിട്ട് അല്ലെ, നേരിട്ടൊക്കെ പോയിട്ടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഡാറ്റ. അപ്പൊ ഈ ഡാറ്റയും ഇൻഫർമേഷനും രണ്ടും രണ്ടാണ്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മള് കളക്ടഡ് റോ ഡാറ്റയാണ്. എന്നുവെച്ചാൽ നമ്മൾ പലരിൽ നിന്നും ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷണങ്ങളൊക്കെ പല രീതിയിൽ സർവേയിലൂടെയോ അതുപോലെ തന്നെ എന്താ പറയാ പേഴ്സണൽ എന്താ പറയാ ഇന്റർവ്യൂ നടത്തിയോ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. അത് റോ സൈഡാണ് അല്ലെ, റോ ഡാറ്റ എന്ന് വിളിക്കും നമ്മളതിനെ. അതിനെ നമ്മൾ കുറച്ചും കൂടി പ്യൂരിഫൈ ചെയ്യണം അല്ലെ, എന്നാലാണ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഇൻഫർമേഷൻ. അതെന്താക്കാൻ പറ്റുള്ളൂ? ഇൻഫർമേഷൻ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും നമ്മുടെ ഈ ഒരു കോഴ്സിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ ഈ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്നോട് അത് ചോദിക്കാമെന്ന് വിചാരിക്കാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും അങ്ങനെ സംശയം നമ്മളോട് ചോദിക്കണം, അറിയാവുന്ന രീതിയിലാണ് നമ്മളത് ഷെയർ ചെയ്യുക. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണെങ്കിൽ ഐ വിൽ പ്രൊവൈഡ് ആൻസർ. അപ്പൊ തന്നെ ഞാൻ സൊല്യൂഷൻ അതിന് പറഞ്ഞുതരും. അതർവൈസ് ഐ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് വിത്ത് ദ മാനേജ്മെന്റ് അല്ലെ. അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചത് അത് ഞാൻ എന്ത് ചെയ്യും? എന്റെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവർക്ക് സംശയം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഐ വിൽ കളക്ട് ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ. അവരിൽ നിന്ന് അപ്പൊ ഞാൻ എന്താണോ അവര് നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കളക്ട് ചെയ്യും. അത് അവർ പറഞ്ഞത് A to Z അങ്ങനെ തന്നെ വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെ ഓപ്പൺ ആക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എനിക്ക് നിങ്ങളിൽ നിന്നോട് ഷെയർ ചെയ്യേണ്ടത് എന്താണോ അത് മാത്രം അത് ഇൻഫോർമേഷൻ ആയിട്ട് മാറി കേട്ടോ. ഡാറ്റ കളക്ട് ചെയ്തു, ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തു. അതുപോലെയാണ് പല കാര്യങ്ങളും. ഇപ്പൊ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് അവിടെ ഇവിടെയൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പലതുമായിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് കിടക്കുകയായിരിക്കും. ഓൾ ദീസ് ആക്ച്വൽ ആയിട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന ഹെൽത്ത് കെയർ തന്നെയാണ് ഇതിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾ ദീസ് കളക്ടഡ് ഡാറ്റ, ഇതെല്ലാം ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ടു യൂസ്ഫുൾ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ. അതിനെ ട്രാൻസ്ഫോം ചെയ്ത് എന്തിലേക്ക് മാറ്റും? അനാവശ്യമായതൊക്കെ കളഞ്ഞ് അതിനെ പ്യൂരിഫൈ ചെയ്ത് അത് ശരിയായ ഒരു ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. അതാണ് എന്ത് ഈ ഡാറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് കെയർ ഡാറ്റ. ഹെൽത്ത് കെയർ ഡാറ്റയുടെ പല ആസ്പെക്ടുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആ ഒരു വിഭാഗം അങ്ങനെ നമുക്ക് എഴുതുന്നത് മനസ്സിലാക്കാൻ വേണ്ടി അത് 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണ് 4 സെക്ഷൻസ്? ആ 4 സെക്ഷൻസിലെ ആ ബുള്ളറ്റ് ഇട്ടിരിക്കുന്ന 4 പോയിന്റുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബ്രാക്കറ്റിലുള്ളത് പഠിക്കണമെന്നില്ല. ബ്രാക്കറ്റ് വേണ്ട, ബ്രാക്കറ്റ് ആ തന്നിരിക്കുന്ന പോയിന്റിന് തന്നെ ഒന്നുകൂടി വേറെ രീതിയിൽ അതിന്റെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? മെയിൻ പോയിന്റ് അതാണ്. ഒന്നാമത്തേത് എന്താ? ഒന്നാമത്തെ ഈ ഒരു ചാപ്റ്ററിനെ ഹെൽത്ത് കെയർ ഡാറ്റയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി ദിസ് ചാപ്റ്റർ ഈസ് ഡിവൈഡ് ഇൻടു 4 സെക്ഷൻസ്. ഞാൻ പറഞ്ഞേക്കണം ഈ ചാപ്റ്ററിനെ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഈ ചാപ്റ്റർ ഏതൊക്കെയാണ്? ഒന്ന് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡിഫൈൻഡ്. ഹെൽത്ത് കെയർ ഡാറ്റയും അതുപോലെ തന്നെ അതിന്റെ ഇൻഫർമേഷൻസും എന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഹെൽത്ത് കെയർ ഡാറ്റ, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണ്, ആ ഹെൽത്തിന്റെ ഇൻഫർമേഷൻസ് എന്താണ്. ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. അത് ഒന്നാമത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഡിഫൈൻഡ്. രണ്ടാമത്തെ വിഭാഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ സോഴ്സസ്. ഹെൽത്ത് കെയർ ഡാറ്റ അത്തരം ആ ഡാറ്റയിൽ അതിൽ നിന്ന് ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സോഴ്സസ് എന്തൊക്കെയാണ്, അതാണ്. വേർ ഡസ് ദ ഹെൽത്ത് ഡാറ്റ ഓർഗനൈസ് ആൻഡ് വൈ. എവിടെ നിന്നാണ് ഈ ഹെൽത്ത് കെയറിന്റെ ഈ ഒരു ഡാറ്റ ഓർഗനൈസ് അറേഞ്ച് ചെയ്തത്, എവിടെ നിന്നാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല വെൻ ഡസ് ഹെൽത്ത് കെയർ ബിക്കം ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ. ഈ ഹെൽത്ത് കെയർ ഡാറ്റ എപ്പോഴാണ് എന്ത് ചെയ്തത്, ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ആയിട്ട് മാറിയത്. ആ പോയിന്റിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ്. പോയിന്റ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ സോഴ്സസ്. അതിന്റെ തന്നെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത രീതിയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിന് മാത്രം. ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്ക് സൗകര്യത്തിന് നമുക്ക് ഇതിന്റെ ബാക്കി ഈ ചാപ്റ്ററിൽ ഇനി ഈ കാര്യങ്ങളാണ്, പോയിന്റുകളാണ്, ഈ 4 സെക്ഷൻസ് ആണ് നമുക്ക് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ചാപ്റ്ററിലുള്ളത്.
അപ്പൊ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഡാറ്റ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ ആയി മാറിയതിന്റെ ആ ഒരു ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ 4 സെക്ഷനിലൂടെ ഇതിന് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻഡ് ആണ്. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ സോഴ്സസ് ആണ് രണ്ടാമത്തെ സെക്ഷൻ. മൂന്നാമത്തേത് ഹെൽത്ത് കെയർ ഇഷ്യൂസ് ഡാറ്റ യൂസേഴ്സ് ആണ്. സോറി, ഹെൽത്ത് കെയർ ഡാറ്റ യൂസേഴ്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽസ് ഈ പറയുന്ന ഡാറ്റ യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് കെയറിന് ഡാറ്റ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ലഭ്യമാക്കി കഴിഞ്ഞാൽ പല രീതിയിലും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു? മാത്രമല്ല, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദ ട്രെൻഡ് ടുവേർഡ്സ് അനലിറ്റിക്സ് ആൻഡ് ബിഗ് ഡാറ്റ ഓൺ ഹെൽത്ത് കെയർ ഡാറ്റ? അതായത് നമ്മൾ ഇങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ അത് ഭയങ്കര നമ്മളിങ്ങനെ എന്താ പറയാ ഒത്തിരി വലിയ ഡാറ്റാസ് ഒക്കെ ആയി പോകും. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഡാറ്റ അങ്ങനെ വലുതായി പോയി കഴിഞ്ഞാൽ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ ആ കളക്ട് ചെയ്യുന്ന രീതിയും മറ്റു കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ കൃത്യമായിട്ട് അല്ല എങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ കുറെ അങ്ങോട്ടായി പോകും, ആവശ്യത്തിലധികമായി പോകും. ആവശ്യത്തിലധികം ആവാൻ പാടില്ല, കൃത്യതയുള്ളതായിരിക്കണം, റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കണം കളക്ട് ചെയ്യേണ്ടത്. മാത്രമല്ല അക്യുറേറ്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തായിരിക്കണം ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ വിചാരിക്കുമെങ്കിലും സംടൈംസ് ദ ഡാറ്റ മേ ബി കളക്ടഡ് സോ ബിഗ് അല്ലെ. എന്നാലും ചിലപ്പോഴൊക്കെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ചില കാര്യങ്ങൾ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാനേ നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ശബ്ദം ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇന്റർവ്യൂ നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ? ഇന്റർവ്യൂവേഴ്സുമായിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ അവരോട് നേരിട്ട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പൊ തന്നെ അവർ ഒറ്റയടിക്ക് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന്റെ മൂഡിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കും അവരെ എത്തിക്കാൻ പതുക്കെ കൊണ്ടൊക്കെ അവിടേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോ അത് എന്താ പറയാ ആൾക്ക് ചിലപ്പോ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്ക് ചിലപ്പോ അത് ഇഷ്ടമായിട്ട് വരില്ല. കാരണം അത് ഓരോ ആളുകളുടെ മൂഡ്സിൻസ് അനുസരിച്ച് മാറും. അപ്പൊ എന്നോട് ഇടാപിടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നിൽ ചിലപ്പോ എന്താ പറയാ എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചോദ്യം ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അത് അങ്ങനെ പാടില്ല. അത് പ്രകോപനമായിക്കോട്ടെ, പക്ഷെ എങ്കിലും അത് ചോദിച്ചു വരുന്നതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ രീതിയിൽ തന്നെയായിരിക്കണം ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റൽസിലും ഉണ്ടാകാറുണ്ട്. പേഷ്യൻസിനോടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ ഡാറ്റ ഈസ് ടു ബിഗ്, അതെങ്ങനെ അവർ കൈകാര്യം ചെയ്യും എന്നുള്ളത്. അതാണ് ഹെൽത്ത് കെയർ ഡാറ്റ യൂസേഴ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു. അടുത്തത് ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി ആണ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഡാറ്റയുടെ ക്വാളിറ്റി ആണ് അടുത്തത്. ഹൗ ഡസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് ഡാറ്റ അഫക്ട് ഇറ്റ്സ് യൂസ്? നമ്മളുടെ ഡാറ്റയുടെ ഉപയോഗവും അതിന്റെ ക്വാളിറ്റിയും തമ്മിൽ എങ്ങനെയാണ് അതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യമാണ് നാലാമത്തെ സെക്ഷൻ. അപ്പൊ ഇങ്ങനെ 4 സെക്ഷൻസിലാണ് ഹെൽത്ത് കെയർ ഡാറ്റയെ ഇവര് നമുക്ക് കൺവീനിയൻസിന് വേണ്ടി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പഠിക്കാനായിട്ട് അതിങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 4 സെക്ഷൻസ് ആയിട്ട്. അപ്പൊ 4 ഏതൊക്കെയായിരുന്നു? ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻസ്. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് സോഴ്സസ്, ഇൻഫോർമേഷൻ സോഴ്സസ് ആണ്. 3 ഹെൽത്ത് കെയർ ഡാറ്റ യൂസേഴ്സ് ആണ്. 4 ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി ആണ്. ആ പോയിന്റ് അങ്ങനെ പഠിച്ചാൽ മതി. മനസ്സിലായോ? പഠിക്കേണ്ട രീതിയുമായിട്ട് മനസ്സിലായില്ലേ? ബ്രാക്കറ്റിൽ കിടന്ന് വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ 4 പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. എങ്ങനെയാണോ നിങ്ങൾ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുന്നത് അങ്ങനെ മാർക്ക് ചെയ്യാം. ചെയ്തു ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ വരെ ആ ഒരു ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് തുടങ്ങിയ ഭാഗം തുടങ്ങി ആ 4 പോയിന്റ്. വായിച്ചോ? പോയിന്റ് ഹെൽത്ത് കെയർ ഡാറ്റ ക്വാളിറ്റി അതല്ലേ? നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ ക്വാളിറ്റി അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ
നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഗുണം, അതിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും, അതാണ് 4ാമത്തെ സെക്ഷൻ. ക്ലിയർ ആയോ സ്നേഹ? യെസ് യെസ് ഓക്കെ. ഇനി അപ്പൊ ഈ 4 സെക്ഷൻസ് ആണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ, ഒന്നാമത്തേത് ഏതാ? ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഡിഫൈൻ. കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും? നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, വേണമെങ്കിൽ ഒന്നിന് പകരം ഒന്നെന്താ രീതിയിൽ ഇന്റർചേഞ്ച് ചെയ്ത് അവരുടെ ഉപയോഗിക്കാം. ചിലപ്പോ അത്ര കൃത്യമായിട്ട് അറിവ് ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കും. ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, മാറ്റി മറിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഹെൽത്ത് കെയർ ഡാറ്റയും ഹെൽത്ത് കെയർ ഇൻഫോർമേഷനും ഒന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ, പക്ഷെ കൃത്യത ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങനെ രണ്ടും ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറിച്ച് ചോദിച്ചത്, ഡാറ്റയും ഇൻഫോർമേഷനും സെയിം, അതെ രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഡാറ്റയും ഇൻഫോർമേഷനും രണ്ടും രണ്ടാണ്. നമ്മൾ ചില ആളുകൾ അതിങ്ങനെ എന്താ ചെയ്യാ, ഇതിങ്ങനെ പകരമായിട്ട് ഉപയോഗിക്കും. ഡാറ്റ തന്നെയല്ലേ ഇൻഫോർമേഷൻ, പിന്നെ എന്താ വ്യത്യാസം, അങ്ങനെ ചിലപ്പോൾ ഉപയോഗിക്കും. അത് പക്ഷെ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ തമ്മിൽ വ്യത്യാസം തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ അത് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് അത്തരം ആളുകൾ ചിലപ്പോൾ അതങ്ങനെ ഇന്റർചേഞ്ച് ഉപയോഗിക്കുന്നത്. മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ ഡാറ്റ ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ് ദ പ്രോസസ്ഡ് ഹെൽത്ത് ഡാറ്റ. ഹെൽത്ത് ഡാറ്റ പ്രോസസ് ചെയ്തതാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ, അല്ലെ? അപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞേ അല്ലെ, ഡാറ്റാനെ എന്ത് ചെയ്തു? പ്രോസസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻ ആക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡാറ്റയെ എന്ത് ചെയ്തു? പ്യൂരിഫൈ ചെയ്തു. പ്യൂരിഫൈ ചെയ്തിട്ട് അത് ഇൻഫോർമേഷൻ ആക്കി. എന്താ അവിടെ ഡാറ്റ പ്യൂരിഫൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇറലവന്റ് ഡാറ്റ, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റാസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ഇമ്പോർട്ടന്റ് അവർക്ക് മാത്രം അതിന് എടുക്കും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞത് അല്ലെ. നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ സാർമാരോടൊക്കെ ചോദിച്ച് കുറെ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് വട്ട് എവർ നെസസറി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതൊരു ഇൻഫോർമേഷൻ ആയിട്ട് നമ്മളത് പാസ് ചെയ്യും. ഇന്ന കാര്യമാണ്, ഇന്ന ക്ലാസ് അല്ലെങ്കിൽ ഇന്ന എക്സാം എപ്പോഴാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ അത് മുഴുവനും നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങൾക്ക് നീഡ്ഫുൾ ആയിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളോട് പറയാ, അല്ലെ? അപ്പൊ ഡാറ്റ പ്രോസസ് ചെയ്താൽ എന്താകും? ഇൻഫോർമേഷൻ ആണ്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ചില അറിവുകൾ പണ്ടൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഈ അസൈൻമെന്റുകളും പ്രോജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കും, അല്ലെ? അപ്പൊ നമ്മളോട് ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യാൻ പറയും. ചെറിയ ക്ലാസ്സുകളിലൊക്കെ സയൻസ് ക്ലാസ്സുകളിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയാ, അടുത്തുള്ള 10 വീടുകളിൽ പോയിട്ട് അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താ പറയാ കളക്ട് ചെയ്യാൻ പറയും. അവിടെ കിണറുണ്ടോ, അങ്ങനെ ഉണ്ടോ, കറണ്ട് ഉണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, 2 വീലർ ഉണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ സ്കൂളുകളിൽ. അപ്പൊ അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്തിട്ട് പെട്ടിയിലൊക്കെ വച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കി കൊണ്ടുവരാൻ ടീച്ചേഴ്സ് പറയില്ല. അസൈൻമെന്റ് പോലെയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അസൈൻമെന്റ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ക്ലാസ്സിലും എല്ലാ വിഷയത്തിനും ഓരോ അസൈൻമെന്റുകളും, വർഷത്തിലൊരു അസൈൻമെന്റ് ഒക്കെ ഫ്രണ്ട് പേജ് ഒക്കെ നന്നായിട്ട് സ്കെച്ച് പെൻ ഒക്കെ ഉപയോഗിച്ച് കളറൊക്കെ ചെയ്ത് പടം വരച്ചൊക്കെ വൃത്തിയായിട്ടൊക്കെ കൊണ്ടു കൊടുക്കും, അല്ലെ കുട്ടികള്? അപ്പൊ അതൊക്കെ അപ്പൊ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് അങ്ങനെ കൊണ്ടു കൊടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഡാറ്റ പല കാര്യങ്ങളും ചോദിച്ചിറക്കി കൊണ്ടു വെച്ചിട്ടുണ്ടായി. പക്ഷെ നമ്മളത് നമ്മൾക്ക് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെട്ടി ബോക്സിലൊക്കെ ആക്കി അല്ലെങ്കിൽ ടേബിൾ അനാലിറ്റിക്കൽ ടേബിളൊക്കെ വരച്ച് അതിനകത്തൊക്കെ എഴുതിയൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകും, അല്ലെ? വെറുതെ നമ്മൾ റഫായിട്ട് എഴുതുന്നത് കൃത്യമായ ഇൻഫോർമേഷൻസ് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ്ഡ് ഹെൽത്ത് കെയർ ഡാറ്റ. ഹെൽത്ത് കെയർ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് റോ മെറ്റീരിയൽ ആണത്. റോ ആണെന്ന് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ എന്താ? പച്ചയായത്, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയാ, പൂർണ്ണമായിട്ടും അതിനെ ശുദ്ധീകരിക്കാത്തത്, അതിനെയാണ് നമ്മൾ റോ എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്ത് അത് തന്നെ എന്താ പറയാ അസംസ്കൃതമായ മലയാള വാക്ക് അതാണ്. അപ്പൊ ഈ പറയുന്ന റോ ഡാറ്റാസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇപ്പൊ നമ്മൾ തോന്നിയ പോലെ ചിലപ്പോൾ വലിയ വാക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിന് ചുരുക്കി ഷോർട്ട് ഹാൻഡ് ആയിട്ടൊക്കെ എഴുതും.
ചില അടയാളം ചിഹ്നങ്ങളൊക്കെ എടുത്ത് എഴുതും അല്ലെ, അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അതാണ് റോ ഡാറ്റയുടെ പ്രത്യേകത. പക്ഷെ അത് ഇൻഫോർമേഷൻ ആക്കി വെക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു തരത്തിലും സംശയങ്ങൾ അല്ലെ ഡൗട്ട്സ് ഇതൊക്കെ വരാതിരിക്കുന്ന രീതിയിൽ ഇൻഫോർമേഷൻ ആക്കി മാറ്റേണ്ടി വരും. ഓക്കെ, അതാണ്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഏതാ ഉപയോഗിക്കുക? വെദർ ഡാറ്റ ഓർ ഇൻഫോർമേഷൻ? ഏതായിരിക്കും നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആകുന്നത്? ഏതായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന്, നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അത് സിമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യേണ്ട സെന്റൻസ് ഞാൻ പറയാം. ഇതാണ് അത് ചോദ്യം ഉത്തരം പോലെ കിടക്കാണ്. പക്ഷെ നമ്മൾ അതിന്റെ ചോദ്യോത്തരം പോലെ ഒന്നും വരില്ലല്ലോ. നമുക്ക് എന്താ പറയാ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ? ഇവിടെ ചോദ്യോത്തരം പോലെയാണ് കിടക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് ഡാറ്റ ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ? ചോദ്യം. എന്നിട്ട് അവർ ഉത്തരം പറയുന്നു. ദ സിമ്പിൾ ആൻസർ ഈസ് ദാറ്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ് പ്രോസസ്ഡ് ഹെൽത്ത് ഡാറ്റ. കേട്ടോ, ദ സിമ്പിൾ ആൻസർ വേണമെന്നില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്ത് ഡാറ്റ ആൻഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ എന്ന് ചോദിച്ചിട്ട് അത് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്ത് ഉത്തരമായിട്ട് വരണം. അപ്പൊ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കും, ചോദ്യവും ഉത്തരവും. ഓക്കെ, ഇനി ഈ അതിന്റെ കൂടെ തന്നെ മറ്റൊരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം. ഹെൽത്ത് കെയർ ഡാറ്റ ആർ റോ ഹെൽത്ത് ഫാക്ട്സ്. റോ ആയിട്ടുള്ള ഹെൽത്ത് വസ്തുതകളാണ്. പക്ഷെ അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ക്യാരക്ടേഴ്സ്, വേർഡ്സ്, സിംബൽസ്, മെഷർമെന്റ്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടാണ്. അതുകൂടി അണ്ടർലൈൻ ചെയ്യാം. ഹെൽത്ത് കെയർ ഡാറ്റ ആർ റോ ഫാക്ട്സ് തുടങ്ങി സ്റ്റാറ്റിസ്റ്റിക്സ് വരെ അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് അടുത്ത സെന്റൻസ് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. One thing about healthcare data is that they are generally not very useful for decision making. നമ്മളത് പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു. ഹെൽത്ത് കെയർ ഡാറ്റ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നില്ല, യൂസ്ഫുൾ അല്ല എന്നാണ് ഇവരെ എഴുതിയേക്കുന്നത്. ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇൻഫർമേഷൻസ് ആണ് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഇവിടെ കിടക്കുന്നത് അതിന്റെ എന്താ പറയാ ഡാറ്റയുമായിട്ട് ബന്ധപ്പെടുത്തി നെഗറ്റീവ് സെന്റൻസ് ആയിരുന്നു. ശ്രദ്ധിച്ചില്ല. ആ ഒരു ഒഴുക്കില് അവർ പറഞ്ഞു പോയി. ആ ഒരു സെന്റൻസ് കൂടി വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തേക്കും. ഹെൽത്ത് കെയർ ഡാറ്റ ഈസ് ജനറലി നോട്ട് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഏതാ യൂസ്ഫുൾ ആകുന്നേ? അത് യൂസ്ഫുൾ ആകില്ല. ഹെൽത്ത് കെയർ ഡാറ്റ ഡിസിഷൻ മേക്കിംഗ് യൂസ്ഫുൾ അല്ലാന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഏതാണ് ഹെൽത്ത് ഡിസിഷൻ മേക്കിംഗ് യൂസ്ഫുൾ ആകുന്നത്? ഇൻഫോർമേഷൻ ആണ്. ഞാൻ വേണമെങ്കിൽ അങ്ങനെയും ചോദ്യം വരാട്ടോ. കേട്ടല്ലോ? ഓക്കെ, അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ബുദ്ധിയുള്ള പിള്ളേരല്ലേ, എല്ലാവർക്കും അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വരെ നമ്മുടെ പുതിയ ചാപ്റ്റർ ഇവിടെ വരെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വരിക. ഇൻഫോർമേഷൻ സിസ്റ്റം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്ന നമ്മളല്ലേ. നമ്മളൊക്കെ ഇത് നമ്മുടെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി ഒന്നും നമ്മൾ ഇനി വലിയ കാര്യമായിട്ട് പഠിപ്പിച്ചു തരണ്ടാവായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ പുസ്തകത്തിലുള്ളതുകൊണ്ട് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ പോകും. ഓക്കെ, സോ താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. നന്നായി വായിച്ചു നോക്കാം കേട്ടാ.